അപ്പോൾ കുറച്ച് ദിവസമായി ഒരു കുക്കിംഗ് ചെയ്തിട്ട്, അപ്പം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കുക്കിംഗ് ചെയ്യാൻ വിചാരിച്ചു. ഞാനിന്ന് ഇന്ത്യൻ ഷോപ്പിലൊക്കെ പോയ സമയത്ത് കുറച്ച് പാലപ്പത്തിൻ്റെ മിക്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാലപ്പവും പന്നിക്കറിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം എന്തായാലേ ഇന്ന് ഒടുക്കത്തെ വെയിലാണ്, ഒരു രക്ഷയില്ല, മനുഷ്യനിടപാട് പോലെ ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് തുടങ്ങാം. ആദ്യം നമ്മുടെ ഇൻസ്റ്റൻറ്റ് നമ്മുടെ ഇടിയപ്പം പാലപ്പത്തിൻ്റെ ഈസ്റ്റേണിൻ്റെ മിക്സാണ് മേടിച്ചേക്കുന്നത്. ആക്ച്വലി നല്ലൊരു ഇതാണ് കേട്ടോ. ഇന്ത്യൻ ഷോപ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. 1 kg 1 kgയുടെ ഇതാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ നമുക്കിന്ന് ആദ്യം നമുക്ക് കുറുക്കുണ്ടാക്കിയെടുക്കാം. കുറുക്കുണ്ടാക്കിയെടുത്തിട്ട് വേണം അപ്പത്തിന് വേണ്ടി കുഴച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. എളുപ്പമാണത്. നമ്മൾ നാട്ടിൽ ചെയ്യുന്ന പോലെ ഒരു വലിയ പ്രോസസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന പിന്നെ എന്താണ് അപ്പത്തിൻ്റെതായ മിക്സിങ് കാര്യങ്ങൾ ഇവിടെ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പാലപ്പം ഉണ്ടാക്കാവുന്നൊരു രീതിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പാലപ്പത്തിന് വേണ്ടിയിട്ടൊരു കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് കപ്പി എന്താ പറയുന്നത്, പാലപ്പത്തിന് കുറുക്കുണ്ടാക്കുന്ന പറയുന്നില്ലേ. അപ്പം പാലപ്പത്തിന് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കുറച്ച് പൊടി മതി ഇതിനകത്തുനിന്ന്. ഇത്തിരി മക്കൾ നമുക്ക് യൂസ് ചെയ്യാനില്ല, കുറച്ച് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. പാലപ്പത്തിന് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയിലാക്കി ആദ്യം ഒരു 2-2.5 സ്പൂൺ കഷ്ടി മതി. അത് നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഒട്ടും പൊടിയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ ഒത്തിരി എന്താണ് ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുറുക്കി എടുത്താൽ മതി. പൊടിയില്ലാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്യുന്ന കുറച്ചിട്ട് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. കുറുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് കുറുക്കുണ്ടാക്കാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ വേഗമാവും, ഒത്തിരി സമയം എടുക്കത്തില്ല, വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരിപ്പൊടിക്കകത്ത് ഇൻസ്റ്റൻ്റ് പാലപ്പം പൊടിക്കകത്തേക്ക് നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഉപ്പ് കാര്യമൊന്നും ഇട്ടിട്ടില്ല, അത്യാവശ്യം വെള്ളമൊന്നും ഒഴിച്ച് നമ്മൾ കട്ടി കുറച്ചിട്ട് പാലപ്പത്തിൻ്റെ കുറുക്കുണ്ടാക്കാൻ വേണ്ടി വെച്ച് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മിക്സിങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തണുക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ കുറുക്ക് കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതൊന്ന് തണുത്ത് കിട്ടിയിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്ന് തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം പോർക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാം. നമുക്ക് അത്യാവശ്യം 3-4 സവോള കൊണ്ട് വിളിച്ചെടുക്കണം. കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു 3-4 വലിയ സവോള നമുക്ക് കൊണ്ട് വിളിച്ചെടുക്കാം. അപ്പം പന്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടത് വെയിൽ അടിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. ഇപ്പോഴത്തെ വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം നല്ല ചൂടാണ് യൂറോപ്പിലെല്ലായിടത്തും. മേലെല്ലാം കൂടെ ഇതൊക്കെ ആയിട്ടിരിക്കുക. കണ്ണിൽ ഭയങ്കര ചൊറിച്ചിലും വെള്ളം വരലും. പക്ഷെ നമുക്കിപ്പോൾ ഈ പോളിൻ്റെ സീസൺ ആയതുകൊണ്ട്, ഈ പോളെന്നൊക്കെയുള്ള സമയം ആയതുകൊണ്ട് നമുക്ക് അലർജി ഒക്കെ വരാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇപ്പോൾ ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണ അങ്ങനെ അലർജി കാര്യങ്ങൾ പിടിക്കണമല്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഭയങ്കര അസ്വസ്ഥതയാണ്. കണ്ണിന് വെള്ളം വരലും ഒക്കെയാണ്, ചൊറിച്ചിലും വെള്ളം വരലൊക്കെ. അങ്ങനെയുള്ള എന്താ പറയുക, മെഡിസിൻ എടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിനൊഴിക്കുന്ന മരുന്ന് റീസെൻ്റായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു മാറിയിട്ടില്ല പൂർണ്ണമായിട്ടും. അത് കുറച്ച് ദിവസം കഴിയുമായിരിക്കും. നമുക്ക് ഈ പൊടിയുടെ അലർജി, ഈ എന്താ പറയുക, പൂക്കളുടെ പൊടിയുടെ അലർജി എപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരുപാട് പേർക്ക് പറഞ്ഞൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഇവിടുത്തെ പുള്ളിക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ജലദോഷവും പനിയും അസ്വസ്ഥതയായിരുന്നു. മാറി പിന്നെ പനിച്ചില്ല, മൊത്തം ഒരു സുഖമില്ലായ്മയാണ്. പൊടി അടിച്ചിട്ട് നമുക്ക് ഈ സവോള പിടിച്ച് തുള്ളി പിടിച്ച്
കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നാളെയൊക്കെ അടിച്ച കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ട്, കപ്പയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് പാലപ്പം ഉണ്ടാക്കാൻ നോക്കാം. കപ്പ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ടെസ്കോയിൽ നിന്ന് മേടിച്ച കട്ടറാണല്ലോ. ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ടൈം സേവിങ് ആണ്. ആക്ച്വലി നമ്മൾ ഈ സവോളയൊക്കെ അരിയാൻ നേരത്ത് ഒത്തിരി കയ്യിലിട്ട് അരിയേണ്ട ഒരു കാര്യമില്ല. ചുമ്മാ കുഞ്ഞ പീസായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട്. അല്ലെങ്കിൽ അരിഞ്ഞ് മനസ്സിലായിട്ട് ഒരുപാട് കണ്ണിക്കൂടെ അപ്പുറം വെള്ളവും വരും. പക്ഷെ ഇപ്പം ഇത് ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ കണ്ണിക്കൂടെ വെള്ളം വരത്തില്ല. പെട്ടെന്ന് ഒരുപാട് തീർക്കാം. ഒരു 2 കറി പെട്ടെന്ന് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഈ റൈസിനുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാം ഇപ്പം നമ്മുടെ ടൊമാറ്റോ ആണെങ്കിലും ഉള്ളിയാണെങ്കിലും ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാം. ഈ കണ്ണിക്കൂടെ വെള്ളം വരുന്നതിന് കുറയുകയും ചെയ്യും. ഒരു 3-4 വെളുത്തുള്ളി കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. കത്തി പിടിച്ചരിക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. ഞാനുണ്ട് ചെറുതായിട്ട്. ഒരു 5 ക്ലോസ് ഗാർലിക് എടുത്തിട്ടുണ്ട്.
ആവശ്യമില്ല. അതിനുള്ള അരിയുമ്പോൾ നീരെല്ലാം കൂടെ ഇടങ്ങിയിട്ട് കണ്ടു ഭയങ്കര അസ്വസ്ഥത. ഈ സവാള അരിയുമ്പോൾ നീരിൽ മാറാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറയണം, ഇട്ടാൽ മതി കമൻ്റായിട്ട്. അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ നമ്മൾ കാച്ചി വെച്ചിരുന്ന കുറുക്കം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അത്യാവശ്യം എന്തോരം വേണ്ട പൊടിയാണോ അത്ര നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് പറഞ്ഞേക്കണം ആഡ് പൾപ്പ് ആൻഡ് 4 ടീസ്പൂൺസ് ഓഫ് ഷുഗർ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ സോൾട്ടും ആഡ് ചെയ്ത് കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ സാധാ മിൽക്കും കൂടെ ആഡ് ചെയ്ത് നമുക്ക് കുഴച്ച് വയ്ക്കാം. അപ്പം അത്യാവശ്യം ഒത്തിരി എടുക്കുന്നില്ല, നമുക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട പാത്രത്തിൻ്റെ മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ഉപ്പും പഞ്ചസാര പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല ആക്ച്വലി, സോ ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ രണ്ടുപേർക്ക് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ കട്ടി വേണ്ടതനുസരിച്ച് നമ്മൾ മിൽക്കും കൂടെ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി കട്ടി കുറച്ചുണ്ടാക്കണ്ട, ഇച്ചിരി കട്ടിയായിട്ടിരുന്നോട്ടെ. അപ്പം നമുക്ക് അത്യാവശ്യം പാൽ ഒഴിച്ച് കൊടുത്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഇച്ചിരി ഞാൻ ഷുഗർ ഉപയോഗിക്കാറില്ല, പക്ഷെ ഷുഗറിന് പകരം നമ്മുടെ ശ്രീനാഥിൻ്റെ ടാബ്ലറ്റാണ് ഉപയോഗിക്കാറ് സാധാരണ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ മധുരം ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അത്യാവശ്യം ഒരു കട്ടി കുറച്ച് നല്ല രീതിയിൽ ഞാൻ മിക്സ് എടുത്തിട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുഴപ്പമില്ല. ഒരു പൊടിക്കും കൂടെ ഇട്ട് കൊടുക്കാം. ചെയ്തിട്ട് പാലപ്പം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി. ആക്ച്വലി നാട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചൊന്ന് 2 പ്രാവശ്യം ഉണ്ടാക്കി. പക്ഷെ അന്ന് ഓരോ പ്രാവശ്യം ചെയ്തപ്പോൾ നാട്ടിൽ വന്നു, 100 പ്രാവശ്യം നാട്ടിൽ വന്നില്ല. ഇപ്പം ഇതെങ്ങനെയാവുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. നല്ല അത്യാവശ്യം ഒത്തിരി കട്ടി കുറച്ചല്ല, എന്നാലും കട്ടി ഒരുമാതിരി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്പൂണെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പതുക്കെ ചാടാൻ പാടില്ല, കാരണം ഇത് പൊളിച്ച് വരുമ്പോൾ കുറച്ചും കൂടെ കട്ടി കുറയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരെ കട്ടി കുറച്ചുണ്ടാക്കണ്ട. നമ്മൾ അത്യാവശ്യം ചേർക്കേണ്ട സാധനങ്ങളൊന്നും ചേർത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പൊടിയിൽ ചേർക്കുക, അത്രേ ഉള്ളൂ. വേറെ പഞ്ചസാര മാത്രമേ എക്സ്ട്രാ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പാലും പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കട്ടിയില്ലാത്ത രീതിയിൽ ഇതിനകത്ത് ഈ പൊടികളൊക്കെ വരുമല്ലോ, കട്ടപ്പൊടികളൊക്കെ, ഒന്ന് ഇല്ലാതാക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഷുഗറിൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ടാബ്ലറ്റിൽ വേണമെങ്കിൽ ഇച്ചിരി തന്നെ ഇട്ട് കൊടുക്കാം. അതൊരു കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം.
പേരിനുള്ളൂ, ഒന്ന് കുതിരാൻ വേണ്ടി മാത്രം. അപ്പം അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാലപ്പത്തിൻ്റെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇത് പതുക്കെ അവിടെ സെറ്റപ്പ് ആയിരുന്നു. പതുക്കെ നമ്മുടെ പാലപ്പത്തിൻ്റെ പൊളിച്ചു വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ പന്നി കട്ട് ചെയ്ത് പന്നിക്കുള്ള ഗ്രേവി കാര്യങ്ങളെല്ലാം നമുക്ക് കൂട്ടാം. അത് തീർച്ചയാക്കി. പിന്നെ ഇന്നിവിടെ ഞങ്ങളുടെ പുള്ളിക്കാരി ഓണർ ഇവിടുത്തെ ജോൺ ഇവിടെ ഇല്ല. ആക്ച്വലി ജോണിൻ്റെ മോള് പുള്ളിക്കാരി ഹെയർ ഡ്രസ്സറാണ്. അപ്പോൾ ഒരാൾ വരും ഹെയർ ചെയ്യാൻ വേണ്ടി. ഇനിയിപ്പോഴായിട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പരിപാടിയാണ്. അപ്പോൾ നമുക്ക് പന്നി നമുക്കൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് നല്ല അടിപൊളി പന്നിയായിരുന്നു. ഞാൻ ടെസ്കോന്ന് മേടിച്ചാൽ പക്ഷെ നല്ല ദശയുള്ള സൈസ്, നല്ല ടേസ്റ്റുള്ള സൈസ് പന്നിയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡീഫ്രോസ്റ്റ് എടുക്കാം. 3 പീസാണ് ഉള്ളത്. അത് മതി, നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഡീഫ്രോസ്റ്റ് ആയി വരട്ടെ. കുറച്ച് സമയം എടുക്കും ഡീഫ്രോസ്റ്റ് ആയി വരണമെങ്കിൽ. ഡൈസ് ഒന്ന് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന പീസ്. അപ്പോൾ അതാണ് അവിടെ ഡീഫ്രോസ്റ്റ് ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത് എത്തിച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഇത് ഗ്രേവി ആക്കാനുള്ള പരിപാടി നോക്കാം. പന്നിയുടെ ഗ്രേവി ആക്കാനുള്ള എണ്ണ വെച്ച് കൊടുത്ത് നമുക്ക് ഒന്ന് ഗ്രേവി ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയും എല്ലാം കൂടെ ഇട്ട മിക്സ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാൻ അതിലേക്ക് ഗ്രേവി ആയിട്ട് വേണ്ടിയിട്ട്. നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും. കാരണം നമ്മൾ ഇതിനധികം ഗ്രേറ്ററിനകത്ത് അരിഞ്ഞതുകൊണ്ട് നമുക്ക് സവോള കട്ടി കുറച്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഗ്രേവി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കായിട്ട് വരുള്ളൂ. അതിനാണ് എൻ്റെ പ്രത്യേകത. ഇച്ചിരി എണ്ണയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് സെറ്റപ്പ് ആക്കി കിട്ടും. വേഗം ഉടനെ കിട്ടാം. അപ്പോൾ ഇത് ഷോപ്പിൽ പോയ സമയത്ത് ഞാൻ നല്ല അടിപൊളി നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ കറിവേപ്പില കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മുടെ നാട്ടിലത്തെ നാടൻ കറിവേപ്പില്ലേ, അതിൻ്റെ സ്മെല്ലാണ്. നല്ല കട്ടി കൂടിയ സ്മെല്ലാണ്. സാധാരണ നമുക്ക് മിക്സ് കിട്ടാറുണ്ട്, പക്ഷെ മിക്സ് അല്ല, ഇത് നല്ല നാടൻ സ്മെല്ല്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നാടൻ കറിവേപ്പുണ്ടല്ലോ, അതിൻ്റെ നല്ല കട്ടിയുള്ള സ്മെല്ലാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പം അതുകൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ഗാർലിക്കിന്റെ പൗഡറും, ഗാർലിക് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, ബട്ട് എങ്കിൽ കൂടി ഗാർലിക്കിന്റെ പൗഡർ ഇടണം. അപ്പോൾ ഇഞ്ചി ഉണ്ടായിരുന്നില്ല, ഇഞ്ചി കിട്ടിയില്ല, അപ്പം ഇഞ്ചിയുടെ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെ പൗഡർ ഉണ്ട് ഇവിടെ, അപ്പോൾ അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഈ സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കറിക്കകത്തേക്ക്. അപ്പോൾ അത്യാവശ്യം മല്ലിപ്പൊടി നന്നായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഒരു 2 സ്പൂൺ നന്നായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഇറച്ചി മസാല, ഒരു മിക്സഡ് മസാല മിക്സ് അതിട്ട് കൊടുക്കാം. മീറ്റ് മസാലയുണ്ട്, ഞാനിത് ഇടാറുണ്ട്, ഒത്തിരി ഇടാറില്ല, എന്നാലും ഭയങ്കര സ്ട്രോങ് സ്മെല്ലാക്കില്ല. ഇപ്പം നമ്മൾ ഒരുപാട് സ്മെല്ലാക്കി ഇവർക്കും പാടാവുമല്ലോ. പിന്നെ നമ്മുടെ എരിവില്ലാത്ത സൈസ് പെപ്രിക്കയുടെ ഒക്കെ പോലത്തെ ഉള്ള മുളക് പൊടിയുടെ ഒത്തിരി ഇല്ല, കുറച്ചിട്ടാൽ മതി. ഇത് ഭയങ്കര ഇട്ട് കഴിയുമ്പോഴല്ലോ ഒട്ടുക്കത്തെ സ്മെല്ലാണ്. ചിലപ്പോൾ നമുക്കും തോന്നും ഭയങ്കര സ്മെല്ലാണല്ലോ, അങ്ങനത്തെ ഇച്ചിരി സ്മെല്ല് കൂടുതലുള്ള സൈസ്. ഈ എല്ലാം മിക്സും കൂടെ ആകുമ്പോഴേ മസാല ഒരുപാട് മിക്സറെല്ലാം വരുമ്പോഴത്തേക്കും സ്മെല്ല് കൂടുതലായിരിക്കില്ല. അപ്പം അങ്ങനെ ഒരു ഇതാണ് തീയിട്ട് കൂട്ടിയിട്ട് കൊടുക്കാം. നമുക്കൊന്ന് സെറ്റപ്പായി വരുമ്പോഴത്തേക്കും തക്കാളിയുടെ നീര് ഒഴിച്ചു കൊടുക്കും. ഈ തക്കാളിയുടെ നീര് മേടിച്ചിട്ട് കുറേ നാളായത് കൊണ്ടാവുമല്ലോ. ഈ പൂത്തുപോയി, അത് കുഴപ്പമില്ല, അതിലൊന്നും കുഴപ്പമില്ല. മസാല പിടിച്ച് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് ഗ്രേവിയാക്കി എടുക്കാം. മൂടി വെച്ചൊന്ന് തിള കയറുന്ന വരെ മൂടി വെച്ച് കഴിയും. അപ്പോൾ ഗ്രേവി എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഡീഫ്രോസ്റ്റ് ആയ പോർക്ക് നമുക്കൊന്ന് കണ്ടിച്ച് അത്യാവശ്യം കഷ്ണങ്ങളാക്കി എടുക്കാം. കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കാം. ഇച്ചിരി നമ്മുടെ ഐസോഡോടെ എടുക്കുവാണെങ്കിൽ കട്ട് ചെയ്യാൻ നല്ല കറക്റ്റ് പീസ് കിട്ടും. കുഞ്ഞു കുഞ്ഞ് ഒത്തിരി വലുതാക്കുന്നില്ല, ഇടത്തരം പീസിലേക്ക് നമുക്ക് നല്ല തീർച്ചയായിട്ടും പറയും നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് ഉണ്ടാക്കി. ഒരു 3 പീസാണ് എടുത്തിട്ടുള്ളൂ, 3 ഫില്ലറ്റ് പോലുള്ള 3 എടുത്തിട്ടുള്ളൂ. കാരണം അത് മതി, കാരണം നമ്മൾ തന്നെ ഉള്ളതുകൊണ്ട് ഒത്തിരി എടുക്കാറില്ല. കാരണം ഞാൻ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരേ ഫുഡ് കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് ചേഞ്ച് വേണം. അപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ ഇത് ഇന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാളെ കൂട്ടും, പിന്നെ ഒരു 4 ദിവസം കഴിഞ്ഞാൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ ഫുഡ് സെറ്റപ്പാക്കി എടുക്കാം.
ആ കൊണ്ടുവരുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ പന്നി കറി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം പിന്നെ ഫ്രിഡ്ജ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ മാറും. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെ, നമ്മൾ ഫ്രിഡ്ജിൽ സാധനം വെച്ചിട്ട് കറി വയ്ക്കണതും അല്ലാതെ കറി വയ്ക്കണതിനും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇപ്പം ആ ദിവസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്. കഴുകി എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കഴുകിയെടുക്കാം. രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കാം. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് വരുന്നതിൻ്റെ കൂടെ കിഴങ്ങും കൂടെ കിടന്ന് വെന്ത് വരട്ടെ. നല്ല രണ്ട് വലുപ്പമുള്ള തൊണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല, കാരണം നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് നല്ല നീറ്റായിട്ട് വരുന്ന കിഴങ്ങ്. അപ്പോൾ തൊണ്ട് നമുക്ക് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇടത്തരം കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പന്നിയുടെ മൊത്തം വേവുള്ളത് കൊണ്ട് ആ സമയം ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ, ആ സമയം കൊണ്ട് ഒന്നിച്ച് കിടന്ന് വെന്തോളും. കിഴങ്ങ് ഇടുന്ന എല്ലാവർക്കും ഇഷ്ടമല്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. കാരണം നമുക്കൊരു കടിക്കാൻ എന്തെങ്കിലും കിട്ടുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ള പരിപാടിയാണ്. അപ്പം അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് തോന്നുന്നു കിഴങ്ങിടുന്നത്, പക്ഷെ എനിക്കിഷ്ടമാണ് കിഴങ്ങിടുന്നത്. പിന്നെ നമുക്ക് ഇച്ചിരി മുളകും കൂടെ കീറിയിടാം. നമ്മുടെ വലിയ ഇതുണ്ടല്ലോ, നമ്മുടെ പെപ്പറുണ്ടല്ലോ, പെപ്പർ 9 കളറുകളുണ്ട്. അപ്പം ഒത്തിരി മധുരമുള്ള ടൈപ്പ് അല്ല ഇത്, അതുകൊണ്ട് ഇട്ടാലും നമുക്കൊരു എന്താ പറയുക ഡിഫറെൻറ്റ്. ഒത്തിരി ഇടരുത്, ഒത്തിരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് മൊത്തം പോകും. ഒത്തിരി ഇടരുത്. ഇപ്പം നമ്മളുണ്ടല്ലോ, ഇപ്പം നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒരു സുഖമില്ല ഇറച്ചിക്കകത്ത്. മീൻസ് ഇങ്ങനെയുള്ള കറിക്കകത്ത്, നമ്മുടെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന കറിക്കകത്ത്. അല്ലാതെ ഇട്ട് നോക്കുന്ന കുഴപ്പമില്ല. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിക്കാനായിട്ട് മാറ്റി കാണിക്കുന്നത്. കറിക്കകത്തേക്ക് നമ്മൾ എന്താ പറയുക ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ പെപ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. മല്ലിയില ഇല്ലായിരുന്നില്ല, അപ്പോൾ കൊണ്ട് കറിവേപ്പില മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലപ്പത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തീ കുറച്ച് ഇട്ട ശേഷം ഞാൻ അത്യാവശ്യം എല്ലാം അടുപ്പത്ത് വെച്ചേക്കാണ്. കുറേ സമയം എടുത്ത് വേണം വേവാൻ വേണ്ടിയിട്ട്. ഒത്തിരി വേവില്ല, പക്ഷേ എങ്കിൽ കൂടിയും ചില സമയം എടുത്ത് വേവട്ടെ നോക്കുന്നത്. ഞാൻ തീ കുറച്ചിട്ട് സ്ലോ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് പോകുന്നേക്കാണ് കേട്ടോ. പിന്നെ അപ്പത്തിനും കുറച്ച് വെച്ചാൽ സമയം എടുക്കും, കുറച്ച് സമയം എടുക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. നല്ല വെയിലാണ് ഇവിടെ. നിറയെ ഈ പുറകിൽ നിറയെ പൂച്ചെടിയൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. മൊത്തം
ഈ വെയിലോടുകൂടി കരിഞ്ഞ് നിൽക്കുകയാണ്. പോണെങ്കിൽ പ്രായിട്ട് കുറേ അത്യാവശ്യം റെഡിയാക്കി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അത്ര പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് പുള്ളി കുടിച്ചിട്ട് പോയേക്കണം. അതിലേക്ക് വൈകിട്ടാകുമ്പോഴത്തേക്ക് അപ്പം പുളിക്കുന്നു വിചാരിക്കും. എന്താണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും പ്രശ്നമൊക്കെ കാണും ഉണ്ടാക്കുന്ന സമയത്ത്. സോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. നേരത്തേക്കും അപ്പം കൂട്ടി നമുക്ക് നല്ല പാലപ്പം കൂട്ടിയിട്ട് കറി കഴിക്കാം. ഇപ്പം തൽക്കാലം വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഇത് മാർഗമുള്ളൂ. ഇപ്പം ഒന്ന് കഴിച്ചു നോട്ടെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചോറൊക്കെ ഉണ്ടിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക ചൊക്കമാറൊക്കെ കഴിച്ച് കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിരുന്നു കേട്ടോ. എന്തായാലും പെട്ടെന്നുള്ള കുക്കിംഗ് ആയിരുന്നാലും ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടാക്കി കഴിച്ച്. പാലപ്പം എന്തായാലും വൈകിട്ടത്തേക്കേ ശരിയാവത്തുള്ളൂ. കാരണം അത് കുഴച്ച് വെച്ചിട്ട് നേരം ആയുള്ളൂ. പെട്ടെന്ന് പുളിച്ച് വരത്തില്ലല്ലോ, കുറേ സമയം എടുക്കും എന്തായാലും. അപ്പോൾ അത് വരത്തേക്കുള്ള വെയിറ്റിംഗ് ആണ്. ജസ്റ്റ് മൊബൈലൊക്കെ നോക്കിയിരുന്ന് വിശ്രമിച്ചതിന് ശേഷം പതുക്കെ കഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പാലപ്പമൊക്കെ ഒന്ന് പുളിച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒന്ന് പുളിച്ചിട്ടില്ല. ഈ മയിര് ശരിക്കും പറഞ്ഞാൽ എക്സ്ക്യൂസ് മൈ ലാംഗ്വേജ്, ബട്ട് ശരിക്കും ഒന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ പറയണം കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ ഈ പാക്കറ്റിൽ വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ അത്യാവശ്യം അതിനകത്തെല്ലാം ചേർത്തല്ലേ വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ഈസ്റ്റ് ചേർക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റ് ചേർത്തില്ല. പക്ഷെ ശരിക്കും അങ്ങ് പുളിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം അങ്ങ് പുളിച്ചെന്നല്ലാതെ ഒരുപാടങ്ങ് പുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ കുഴച്ചെടുത്ത് വരുമ്പം കണ്ടുകുത്തി വരുന്നുണ്ട്. അതല്ലാതെ അത്യാവശ്യം നന്നായിട്ടൊന്നും ശരിയായിട്ടില്ല, പുളിച്ചിട്ടില്ല, ടു ബി വെരി ഓണസ്റ്റ്. അപ്പം എന്തുകൊണ്ടാണ് പുളിക്കാത്തതെന്ന്, പ്രത്യേകിച്ച് റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന പൗഡർ എന്തുകൊണ്ടാണ് പുളിക്കാത്തതെന്ന് പറയണം. ഇനിയിപ്പോൾ അതിനകത്ത് ഈസ്റ്റ് ചേർക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചുട്ട് നോക്കാം. എന്തായാലും ഞാനൊരു കുറച്ച് ചുട്ട് നോക്കട്ടെ, ശരിയാവുമെന്നറിയാം. എന്ന് പാലപ്പം ഉണ്ടാക്കിയാൽ ഈ പറയും ഫ്ലോപ്പാണ്. ഒരിക്കലും മര്യാദയ്ക്ക് വരെ പറ്റില്ല എന്ത് ചെയ്താലും. ഇച്ചിരി വെള്ളം കുറഞ്ഞത് വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഒരിക്കലും മര്യാദയ്ക്ക് കിട്ടത്തില്ല. ഇച്ചിരി വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കോരി ഒഴിച്ചിടാൻ പാകത്തിന് വന്നിട്ടില്ല. പാലാണ് പഠിച്ചത്. പാല് തീർന്നു. അത്യാവശ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിച്ചോടെ ഇതായിട്ടുണ്ട്. ടെക്സ്ചറൊക്കെ വന്നെന്ന് തോന്നുന്നു. പക്ഷേ ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സെറ്റപ്പ് ആയിട്ടില്ല. ഇത് ശരിയായിട്ടില്ല. ഞാൻ ഇന്ന് പാലപ്പം ഉണ്ടാക്കിയിട്ട് ഇതാണ് തോന്നുന്നത്. ഒരിക്കലും ശരിയായിട്ട് വരത്തില്ല എന്ന് പറയാം. ഇത് കുറച്ചും കൂടെ ഞാൻ വെള്ളം ചേർത്തിട്ട് ഇട്ടേനെ. അപ്പോൾ അത് എന്താ പറയുക, ചുറ്റിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടേനെ. എന്തായാലും ചോറുണ്ടാക്കി നന്നായി. കാരണം അല്ലെങ്കിൽ ഇന്ന് ഒന്നും കഴിക്കാതെ കിടക്കണമെന്ന്. കണ്ണൊക്കെ കുത്തി വരുന്നുണ്ട് ഇപ്പം. പക്ഷെ എന്താവും. എനിവേ ഞാൻ ഇച്ചിരി സെപ്പറേറ്റായിട്ട് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റും കൂടെ വെച്ച് മിക്സ് ചെയ്ത് വെച്ച് നോക്കാം. എന്താ എൻ്റെ
കാര്യം തന്നെയാണ്. ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് തോന്നും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ രാവിലത്തേക്ക് സെറ്റപ്പ് ആക്കാം. ഇന്നിപ്പം പറ്റിയില്ലെങ്കിൽ രാവിലത്തേക്ക് ഓക്കെ ആക്കാം. അപ്പത്തിൻ്റെതായ രീതിയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ശരിക്കും നമ്മുടെ നാട്ടിലെ പാലപ്പം പോലെ ഇങ്ങനെ ആയി വന്നിട്ടില്ല എന്ന് മാത്രം. ശരിയാവുമായിരിക്കും. ഒരെണ്ണം കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. പാലപ്പമായിട്ട് വന്നിട്ടില്ല. ചൂട് അല്ല, സോറി, കണ്ണ് കുത്തൊക്കെ ചെയ്തിട്ടുണ്ട്. നാളത്തേക്കാവുമായിരിക്കും. റൂമിൽ ഫ്രിഡ്ജിൻ്റെ അടുത്തോണ്ട് നോക്കണം, അപ്പം നമുക്ക് അറിയാലോ ശരിയാവുന്നുണ്ടോ, കുളിച്ച് പോകുന്നുണ്ടോ നമുക്കറിയാൻ പറ്റും. എന്തായാലും ഞാൻ ശരിയാക്കി എടുക്കും, ഷുവറാണ്. ഓക്കെ, ഇതാണ് ഫൈനലി വന്നൊരു റിസൾട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഴിയുള്ള പാലപ്പം പോലെ വന്നില്ല, എന്തോ പ്രശ്നമുണ്ട് സത്യം പറഞ്ഞാൽ, കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ആദ്യം പറഞ്ഞ പോലെ ഈസ്റ്റും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാം, രാവിലെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ശരിയാവില്ല എന്നുള്ള കാര്യം. നോക്കാം.